ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അതാണ് ഇത്ര താമസിച്ച് എണീറ്റ് വരുന്നത്. സാധാരണ നമ്മൾ രാവിലെ എല്ലാ വർക്കിംഗ് ഡേയിലെല്ലാം നമ്മൾ രാവിലെ 5:15 ഉറക്കം എണീക്കുന്നതാണ്. ഇന്ന് ഒരു 6:15 ആയിട്ടുണ്ട്. 1 മണിക്കൂറുടെ എക്സ്ട്രാ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ട് ജനലൊക്കെ തുറന്നപ്പോൾ നല്ല വെട്ടമായിട്ടുണ്ട് പുറത്ത്. നല്ല വെട്ടമായി. ഇനിയിപ്പോൾ ഇന്ന് ദേവുവിനാണെങ്കിൽ അമ്മാളിനും ദേവുവിനും താമസിച്ച് മതി ട്യൂഷന് പോകുന്നത് കേട്ടോ. ഇന്ന് അമ്മാളുവിന് 10 മണിക്കും ദേവുവിന് 7:30ക്കുമാണ് ട്യൂഷൻ. ഇപ്പോൾ ദേവു പോകുന്നതിന് മുമ്പ് കാപ്പിയൊക്കെ റെഡിയാക്കണം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ കുക്കറൊക്കെ കഴുകിയെടുക്കുന്നത്. ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഞായറാഴ്ച പുട്ടും പയറും പപ്പടമാണെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആർക്കും അരിപ്പുട്ട് ഇഷ്ടമല്ല, എല്ലാവർക്കും ഗോതമ്പ് പുട്ടാണ് ഇഷ്ടം. അരിപ്പുട്ട് അങ്ങനെ ഉണ്ടാക്കാറേ ഇല്ല, പതിവേ ഇല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലേ പറഞ്ഞ് ഈ ഞായറാഴ്ച എനിക്ക് അരിപ്പുട്ടും പയറും പപ്പടവും കഴിക്കണം. അത് കാരണം എല്ലാവരുടെയും പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് ഞാനാണെങ്കിൽ ഇന്ന് അരിപ്പുട്ടും പപ്പടവും പയറുമാണ് ഉണ്ടാക്കുന്നത്. അത് കാരണം ആരും ഇന്നൊന്നും അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. അമ്മ പുട്ടാണോ അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. നേരത്തെ ഫിക്സ് ചെയ്തത് കാരണം ഞാൻ അതുകൊണ്ട് പുട്ടിന് ഉള്ള പയറൊക്കെ കഴുകി അടുപ്പത്താക്കിയാണ്. ഗ്യാസൊന്നും ഓണാക്കിയിട്ടില്ല. ഇനിയിട്ട് വന്ന് ഒക്കെ കഴിഞ്ഞതേ ഉള്ളല്ലോ. അത് കാരണം എന്താണ്ട് ഗ്യാസൊക്കെ ഓണാക്കി കുക്കർ അടുപ്പത്ത് വെക്കുവാണ്. പയർ വേവിക്കാൻ വെക്കുവാണ് കേട്ടോ. ഇപ്പം നമുക്കേ പാല് പോയി മേടിക്കണ്ട കേട്ടോ. ഫാമിൽ നിന്ന് പാല് ഇതേ കണക്ക് ദാണ്ട് പാക്കറ്റിലാക്കി നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും. മറ്റേത് ചേട്ടൻ പാത്രം കൊണ്ടുപോയി അവിടെ പോയി പാല് വാങ്ങിക്കൊണ്ട് വരികയായിരുന്നേ പതിവ്. ഇപ്പോൾ ഇതിലേ കൂടെ ഞങ്ങളുടെ വീടിന് അരികിലേ കൂടാണ് ഉള്ള റോഡിൽ കൂടാണ് അവർ സൊസൈറ്റിയിലേക്ക് പാല് കൊണ്ടുപോകുന്നത്. അത് കാരണം അവർ കൂടെ പാല് കവറിലാക്കി ഇനി കൊണ്ടുതരും. അത് കാരണം ആ ഒരു ജോലി ചേട്ടന് രാവിലത്തെ ആ ഒരു ജോലി ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എക്സ്ട്രാ 5 രൂപ നമ്മൾ കൊടുക്കണം. എക്സ്ട്രാ ഒരു 5 രൂപയും കൂടെ പാലിൻ്റെ പൈസ കൂടാതെ ഒരു ദിവസം ഒരു 5 രൂപയും കൂടെ കൊടുക്കണം വീട്ടിൽ കൊണ്ടുതരുന്നതിന്. അങ്ങനെ ഇപ്പോൾ പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ദേവു മാത്രമാണ് പാൽ ചായ കുടിക്കുന്നത്. ചേട്ടനും ഞങ്ങളും ഒന്നും ചായ കുടിക്കാറില്ല. ചേട്ടൻ കട്ടൻ ചായ കുടിക്കും. ഞാനും അമ്മാളും ആണെങ്കിൽ ചായ കുടിക്കാറില്ല. ഞങ്ങൾ വല്ലപ്പോഴും കാപ്പി ഇട്ട് കുടിക്കും കേട്ടോ. അത് ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല, രാവിലെ കാപ്പി വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. എപ്പോഴെങ്കിലും നമുക്ക് തോന്നുമ്പം ഒരു കാപ്പി കുടിക്കുമെന്നല്ലാതെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ദേവുവിനുള്ള ചായക്കുള്ള പാലാണ് അടുപ്പത്ത് വെച്ചത്. അയാളുടെ ചായയിലാണെങ്കിലേ വെള്ളം ഒഴിക്കാൻ അയാൾ സമ്മതിക്കത്തില്ല. ഒരു ഗ്ലാസ് പാലൊഴിച്ചിട്ട് അങ്ങനെ തന്നെ ചായ ഇട്ട് കൊടുക്കണം. വെള്ളം ഒഴിച്ച ചായ അയാൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ അതുകൊണ്ട് പുറത്ത് പോയി അങ്ങനെ ചായ കുടിക്കാറില്ല. വീട്ടിൽ മാത്രം അങ്ങനെ ചായ കുടിക്കുന്ന പതിവേ ഉള്ളേ. പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ അവർ പാല് മാത്രം ഒഴിച്ച് ചായ ഇട്ട് കൊടുക്കത്തില്ലല്ലേ. അങ്ങനെ താണ്ട് ഇനി ഞാൻ പുട്ടിന് മാവ് നനയ്ക്കാൻ പോവുകയാണ്. ആ ചരുവത്തിലിരിക്കുന്നത് ചോറ് പൊടിച്ചതാണ് കേട്ടോ. ഫ്രീസറിനകത്ത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പ്ലാൻ ചെയ്തത് കാരണം ഇച്ചിരി ചോറ് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന് അത് തണുപ്പ് മാറ്റി പൊടിച്ച് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്താണ് ഞാൻ പുട്ട് പുഴുങ്ങുന്നത്. നിങ്ങളിൽ എത്ര പേരുണ്ട് ഇങ്ങനെ ചോറ് ചേർത്ത് പുട്ട് പുഴുങ്ങുന്നത്? അതോ അരിപ്പൊടി മാത്രം വെച്ചാണ് പുട്ട് പുഴുങ്ങുന്നത് നിങ്ങളൊക്കെ? ഞാനാണെങ്കിൽ ഇങ്ങനെയാണ് പുട്ട് പുഴുങ്ങുന്നത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ട്. വൈകിട്ടായാലും ആ പുട്ടിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടത്തില്ല കേട്ടോ. അങ്ങനെ ഒന്ന് പുട്ട് പുഴുങ്ങി നോക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാണ്ട് ദേവ് കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുവാണ്. പുട്ടെല്ലാം വാരി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പപ്പടം പൊള്ളിച്ചെടുക്കുവാണ്. ഈ പപ്പടം ആണെങ്കിൽ ഓണത്തിന് വാങ്ങിച്ചതാണ്. കുറേ പപ്പടം ഇരിക്കുന്നു. അനിയൻ കുറേ പപ്പടം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെ തീരണ്ടേ, അത് കാരണം കൂടെയൊക്കെയാണ് ഞാൻ ഇന്ന് പുട്ടും പയറും പപ്പടം ആക്കിയത്. അല്ലെങ്കിൽ പഴവും പുട്ടും പഴവും ഉണ്ട്, എന്നാലും ഇങ്ങനെ പയറും പപ്പടവും കൂട്ടി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് പഴവും കൂട്ടി കഴിക്കുമ്പോൾ കിട്ടത്തില്ല. അത് കാരണം ഞാൻ പയറും പപ്പടവും ആക്കിയത്. പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി മാറ്റിയതിന് ശേഷം ചേട്ടനുള്ള കട്ടൻ ചായ ഇട്ട് കൊടുത്ത് ദേവുവിനെ ട്യൂഷനൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ ദാണ്ട് അടുപ്പൊക്കെ വൃത്തിയാക്കുകയാണ്. ഇനി ചോറിനുള്ള വെള്ളം വെക്കണം. മിക്കവാറും എല്ലാവർക്കും ഈ അടുപ്പ് കത്തിക്കുന്നത് വലിയൊരു ടാസ്ക് ആയിരിക്കും അല്ലേ. എനിക്കും ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മണ്ണെണ്ണ ഇല്ലാതെ ഈ അടുപ്പൊക്കെ കത്തിക്കാൻ ഭയങ്കര പാടായിരുന്നു. നമുക്ക് ചൂട്ടും കൊതുമ്പൊന്നും ഇല്ലല്ലോ കത്തിച്ച് വെക്കാനേ. അത് കാരണം പിന്നെ ആണെങ്കിൽ ഞാനിതിനൊരു ഐഡിയ കണ്ടുപിടിച്ച് വിളക്കുതിരി ഉണ്ടല്ലേ, വിളക്കുതിരി മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എണ്ണയ്ക്കകത്ത് മുക്കി അങ്ങനെ ഒരു തിരി കത്തിച്ച് അകത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞു വിറവുകളെല്ലാം പറക്കി വെച്ച് കത്തിച്ചെടുക്കും. അന്നേരം നമുക്കാണെങ്കിൽ തീ അണഞ്ഞു പോകത്തുമില്ല, പെട്ടെന്ന് തന്നെ വിറകിനകത്തെല്ലാം തീ പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കത്തിക്കാൻ പാടുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് കത്തിച്ച് നോക്കുക കേട്ടോ. അങ്ങനെ ദാണ്ട ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വയ്ക്കുകയാണേ.
അപ്പോഴത്തേക്കും നമ്മൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിരുന്നേ. അതിൻ്റെ കുറേ പാത്രങ്ങളെല്ലാം സിങ്കിൽ കിടക്കുമായിരുന്നു. ഇതൊക്കെ അങ്ങ് കഴുകി മാറ്റിയില്ലെങ്കിൽ നമുക്ക് ആകെ ഒരു കുഞ്ഞി അടുക്കളയാണ്. ഈ പാത്രങ്ങളെല്ലാം കൂടെ നിരന്ന് കിടക്കുവാണെങ്കിൽ നമുക്ക് ആകെപ്പാടങ്ങ് ബുദ്ധിമുട്ടാണ്. നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പാത്രങ്ങളെല്ലാം നിരന്ന് വാരി കിടക്കുവാണെങ്കിൽ നമുക്ക് ആകെ അങ്ങ് ഭ്രാന്ത് പിടിക്കും. അത് കാരണം ഞാൻ അന്നേരം തന്നെ ഉള്ള പാത്രങ്ങൾ അന്നേരം കഴുകി മാറ്റുവേ. പിന്നെ ദാണ്ട ഈ അരി കഴുകുന്ന ഈ വെള്ളമേ ഈ പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നുണ്ടോ, അതാണെങ്കിൽ ഞാനിങ്ങനെ കഴുകുന്ന വെള്ളങ്ങളൊക്കെ ഉണ്ടല്ലേ, പച്ചക്കറി കഴുകുന്ന വെള്ളം, അരി കഴുകുന്ന വെള്ളം, ഇതൊക്കെയാണെങ്കിൽ ഞാനിങ്ങനെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് ചെടികളുടെ ചുവട്ടിൽ കൊണ്ടൊഴിച്ച് കൊടുക്കും കേട്ടോ. ഇച്ചിരി കുറച്ച് പച്ചക്കറിയുണ്ട്, കുറച്ച് ചെടികളുമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വെള്ളം വേസ്റ്റ് ആവത്തുമില്ല. സിങ്കിനകത്ത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടിയും വരത്തില്ല. സോപ്പ് പാത്രമൊക്കെ കഴുകുന്ന വെള്ളം ഞാനകത്ത് ഒഴിക്കാറുണ്ട്. ഇതാണ്ട് കുറച്ച് ഫ്രീസറിൽ ഇരുന്ന മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സൺഡേ ആണെന്ന് വിചാരിച്ച് നമ്മൾ എന്നും അങ്ങനെ ചിക്കനും ബീഫും ഒന്നും വാങ്ങിക്കാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ ഞങ്ങളെ വീട്ടിൽ ചിക്കനും ബീഫും ഒക്കെ വാങ്ങിക്കാറുള്ളേ. പിന്നെ കുറച്ച് പച്ചക്കറി വേണ്ടേ, തോരൻ വെക്കാനായിട്ട് ഞാൻ പാവയ്ക്കാണ് ഇന്ന് എടുത്തത്. പിന്നെ രസം വെക്കാൻ കുറച്ച് തക്കാളി, ഇതെല്ലാം ഉപ്പുവെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ. ഇനി കറിക്കും പിന്നെ രസത്തിനുമൊക്കെ വേണ്ടുന്ന ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കുകയാണേ. ഇന്നാണെങ്കിൽ ഞാനാണെങ്കിൽ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി മീൻകറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ചെടുത്തത്. പിന്നെ ഈ മീൻകറിക്കുള്ള അരപ്പാണ് തയ്യാറാക്കുന്നത്. അതിനകത്ത് തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്തിട്ട് പിന്നെ വാളംപുളി ഉണ്ടല്ലേ, അത് ഞാൻ ഇങ്ങനെ പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചേക്കും. അത് കുരു ഉണ്ടോയെന്നാണ് ഞാൻ ഞെക്കി നോക്കിയത്. കുരു ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ അതുണ്ടല്ലോ, അതിങ്ങനെ കിടന്ന് കിടക്കടാന്നടിക്കും. അത് കാരണം കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ പുളിയും ചേർത്ത് നന്നായിട്ടിനി അരച്ച് വെക്കുവേ. സാധാരണ ഞാനിങ്ങനല്ല മീൻകറി വെക്കുന്നത്. ഉള്ളി ഇഞ്ചിയൊന്നും ഞാൻ അങ്ങനെ ഇങ്ങനെ ചതച്ച് വാട്ടിയൊന്നും വെക്കാറില്ല കേട്ടോ. സമയമൊക്കെ ഉള്ളപ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് ഈ ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇന്നൊരു സൺഡേ അല്ലേ, ഇച്ചിരി സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇഞ്ചിയും ചുമന്നുള്ളിയൊക്കെ ചതച്ച് തക്കാളിയൊക്കെ അരിഞ്ഞ് പിന്നെ ഈ വയലറ്റ് ഉണ്ടമുളക് ഉണ്ടല്ലേ, അതാണ് ഇന്ന് മീൻകറിക്ക് ചേർക്കുന്നത് കേട്ടോ. ഒരു പ്രത്യേക മണമുള്ളൊരു എന്തരാണ്. പിന്നെ കറി വെക്കാനായിട്ട് മുരലെന്ന് പറയുന്ന മീനാണ് കേട്ടോ. അതൊക്കെ ഞാൻ കഷ്ണങ്ങളാക്കി ഞുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോഴത്തേക്ക് അരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കണം. അതിനുള്ള ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെക്കുന്നത്. ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഞാൻ ഈ അടുപ്പിൽ കറി വെക്കുന്നത്. മറ്റ് നേരത്തേക്കാണെങ്കിൽ ഞാൻ അടുപ്പിൽ കറി വെക്കുമായിരുന്നു. ഒരുപാട് നേരത്തെ നമ്മൾ അടുപ്പിലൊക്കെ കറിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് നേരത്തെ നമ്മൾ എണീക്കണം. അന്ന് അരിയൊക്കെ വെന്ത് കിട്ടി അതിന് ശേഷം കറി വെച്ച് അങ്ങനെ ഒരുപാട് സമയം എടുക്കും. ഇപ്പം ഞാൻ ഇച്ചിരി ലേറ്റായിട്ട് 5:15 ആകുമ്പോഴേ എണീക്കത്തുള്ളൂ കേട്ടോ. അന്നേരം അടുപ്പൊഴിയത്തില്ല. അന്നേരം പെട്ടെന്ന് നമുക്കെല്ലാം വെച്ചെടുക്കണ്ടേ. പിള്ളേർക്ക് സ്കൂളിൽ പോകണം, ട്യൂഷന് പോകണം, ചേട്ടന് ജോലിക്ക് പോകണം. അപ്പം ഒരു 8:30 ആവുന്നതിന് മുമ്പേ എല്ലാ കാര്യങ്ങളും റെഡി ആയാലേ പറ്റത്തുള്ളൂ. അത് കാരണം ഞാൻ എല്ലാം ഗ്യാസിനകത്താണ് വെക്കുന്നത്. വീട്ടിൽ ഇരിക്കുന്ന ദിവസം മാത്രം ഇങ്ങനെ അടുപ്പിനകത്ത് ചട്ടിയൊക്കെ വെച്ച് കറികളൊക്കെ വെക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം ഒന്നും വെക്കത്തില്ല. അടുപ്പിൽ തീ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചട്ടിക്കകത്തൊക്കെ കറിയൊക്കെ വെക്കും കേട്ടോ. അങ്ങനെ കറി വെക്കാനായിട്ട് ഞാൻ അടുപ്പ് കത്തിക്കാറൊന്നുമില്ല. ചോറ് വെന്തിറങ്ങുമ്പം ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങ് കറി വെക്കുമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഉള്ളി ഇഞ്ചിയും ഒക്കെ വാട്ടി തക്കാളിയും ഒക്കെ വാട്ടി കറിവേപ്പിലയൊക്കെ ഇട്ട് അരച്ച അരപ്പും കലക്കി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇനി നമുക്ക് കുറച്ച് മീനിരിപ്പുണ്ട്, അയില കേട്ടോ. അതൊന്ന് വറുക്കാനായിട്ട് അരപ്പ് പുരട്ടി വെക്കാം. ഞാൻ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും പേസ്റ്റ് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതൊക്കെ ചിലപ്പോഴൊക്കെ തോന്നുമ്പോഴൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ വറുക്കുന്നതിനകത്ത് ചേർക്കാം. അല്ലെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ വെള്ളം ഒഴിച്ച് ചാലിച്ചിട്ട് അതൊന്ന് അരപ്പ് പുരട്ടി വെക്കുകയാണ് പതിവ്. ഇനി നമുക്ക് പാവയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതാണ് ഇന്ന് വിഴുക്ക് പുരട്ടാൻ പോകുന്നത്. അമ്മാളുവിനും ദേവിനും അത്ര ഇഷ്ടമല്ല. അമ്മാളും ഒട്ടും കഴിക്കത്തില്ല. ദേവ് കുറച്ചൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും, ഒരുപാടങ്ങ് കഴിക്കത്തില്ലെന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആ കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊക്കെ പറക്കിയിടാം. മീനൊക്കെ പറക്കിയിട്ടൊന്ന് ഇളക്കി തീയൊക്കെ ചെറുതാക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ല പാവയ്ക്കയും അതിനകത്തൊരു സവാളയും പച്ചമുളകും ഒക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിനകത്താണ് ഈ പാവയ്ക്കയൊക്കെ മെഴുക്ക് പുരട്ടുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇച്ചിരി വേവുള്ളതല്ലേ. ഈ പാവയ്ക്ക, ബീൻസ്, അമരയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ കുക്കറിനകത്താണ് വേവിക്കുന്നത്. അതിനൊക്കെ തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്കയും സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊരു 1-1.5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, കുറച്ച് നേരം.
ഒരു ഒരു മിനിറ്റൊക്കെ ഇളക്കിയാൽ മതി. എന്നിട്ട് നമ്മുടെ കൈവെള്ളം എന്താ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. ഒരുപാട് വെള്ളം എടുത്ത് കൊടുക്കരുത്. ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ നമ്മുടെ കുമ്പിൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലേൽപ്പിക്കേ. കുക്കറിന് വിസിൽ കേട്ടപ്പോഴേ ഞാനതങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ മീൻ വറുക്കാനുള്ളതങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചേ. അതിന് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് നേരത്തെ നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരുന്ന അയലയുണ്ടല്ലേ, അത് പറക്കിയിട്ട് കൊടുക്കാം. ഇനിയാണെങ്കിലേ ഞാൻ ഇന്നാണെങ്കിൽ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പാചകമൊക്കെയാണ് കാണിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ് ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് പുറത്തൊക്കെ നമ്മൾ പുറത്തോട്ടൊന്ന് പോകുന്നുണ്ട് അനിയൻ്റെ ഫാമിലിയായിട്ട്. അന്നേരം അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. അത് കാരണം പിന്നെ ഞാൻ ഉച്ച വരെയുള്ള പാചകം മാത്രമേ ഇന്നെടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് ഇപ്പോൾ രസത്തിനുള്ള ഈ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, ചുമന്നുള്ളി അരിഞ്ഞും എടുത്തിട്ടുണ്ട്. ഇനി തക്കാളി രസത്തിനാണ്. നിങ്ങൾ എങ്ങനെ രസം വെക്കുന്നത്? ഞാൻ പല രീതിയിൽ രസം വെക്കാറുണ്ട്. ഇന്ന് ഞാൻ തക്കാളി ഇട്ട രസമാണ് വെക്കുന്നത്. പക്ഷേ എനിക്ക് തക്കാളി ഇട്ട രസത്തിനേക്കാൾ എനിക്കിഷ്ടം ചതച്ച മുളകൊക്കെ ഇട്ട് വാളംപുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് എന്താ പറയുക അതിന്, പിഴിഞ്ഞുള്ളി എന്ന് പറയും കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ, അത് വെക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇനിയിപ്പോൾ തക്കാളി വെച്ച് തോനും തക്കാളി ഇരുന്ന കാരണം തക്കാളി വെച്ച് കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഒട്ടും ഉടഞ്ഞൊന്നും പോത്തില്ല നമ്മളുടെ പാവയ്ക്ക. കണ്ട, ഒറ്റ വിസിൽ ഏൽപ്പിച്ചാൽ മതി. ഇനി നമുക്ക് ഇച്ചിരി തേങ്ങാപ്പീര ഇട്ട് ആ നനവൊക്കെ ഒന്ന് വറ്റാനായിട്ട് ഒന്നുകൂടെ ഒന്ന് തീയിട്ട് കൊടുക്കാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ആ അടുപ്പിനകത്തോട്ടേ നമുക്ക് ഈ അടച്ചിട്ടേക്കുന്ന ചോറുണ്ടല്ലോ ഒന്ന് മുരിയിച്ചെടുക്കാം. ഞാനാണെങ്കിലേ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് എല്ലാവരും ചോറിങ്ങനെ കയ്യിൽ വെച്ച് ഊട്ടപ്പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് അങ്ങനെ ഊറ്റിയെടുക്കുന്ന കണ്ടിട്ടുണ്ട്. ആരും ഇങ്ങനെ ചോറ് അടച്ചിടുന്നത് ഞാൻ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ചോറ് വാർത്തെടുക്കുകയാണ്, ഇല്ല വാർത്തല്ല, ഇങ്ങനെ ഊട്ടപ്പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് വാർത്താണ് എടുക്കുന്നത്. അപ്പോൾ അത് ഈ വെള്ളം നിൽക്കത്തില്ലേന്ന് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും കേട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ ചോറ് ഇന്നേ വരെ ഇങ്ങനെ ഊട്ടപ്പാത്രത്തിൽ കോരി വെച്ചെടുത്തിട്ടില്ല, ഇങ്ങനെ വാർത്തിട്ടേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്താണ്ട് നമുക്ക് രസം വെക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകിട്ട് ഇഞ്ചിയല്ല വെളുത്തുള്ളി ചുമന്നുള്ളി അരിഞ്ഞതാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. അതൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ചേർത്തിടും. ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇട്ടാലേ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു. അത് കാരണം ചുമന്നുള്ളി ഇട്ടതിന് ശേഷം മാത്രമേ വെളുത്തുള്ളി ഇടാവൂ കേട്ടോ. ഇനി ഇച്ചിരി കറിവേപ്പില, നമ്മുടെ വീട്ടിൽ ആവശ്യം പോലെ കറിവേപ്പിലുണ്ട്, അതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് ഇഷ്ടം പോലെ കറിവേപ്പില ഇടാം കേട്ടോ. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി ഇതെല്ലാം ചേർത്ത് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് വാടിയിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇച്ചിരി പുളി, വാളംപുളി ഉണ്ടല്ലേ അത് പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊരു ഒരു ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഈ തക്കാളി എല്ലാം കൂടെ ഒന്ന് ഉടഞ്ഞ് ഒന്ന് സെറ്റാവാൻ വേണ്ടി കേട്ടോ. അപ്പം നല്ല ഒരു കുറുകിയ രീതിയിലുള്ള രസം നമുക്ക് കിട്ടും കേട്ടോ. അതാണ്ടോ ഇതേ കണക്ക് നന്നായിട്ട് തക്കാളിയെല്ലാം ഉടഞ്ഞ് വരണേ. ഉടഞ്ഞ് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് എത്ര ചാറ് വേണോ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ രസം തിളയ്ക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് രസം ഇറക്കണം. തിളച്ച് കഴിഞ്ഞുള്ള രസവും തിളയ്ക്കുന്നതിന് മുമ്പുള്ള രസത്തിന് ടേസ്റ്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണേ. നമ്മൾ രസം തിളച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റും തിളയ്ക്കാതെ ഇറക്കി വെക്കുന്ന രസത്തിന് വേറൊരു ടേസ്റ്റുമാണേ. അങ്ങനെ നമ്മുടെ പാചകമെല്ലാം ഇന്നത്തേത് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കള ക്ലീൻ ചെയ്യുകയാണേ. ഇതാണെങ്കിൽ ഞാൻ ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അടുപ്പാണ് കേട്ടോ. ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കല്യാണത്തിന് പ്രസൻറ്റ് കിട്ടിയ അടുപ്പാണിത് കേട്ടോ. അപ്പോൾ എന്താ എത്ര വർഷം, ഇന്ന് ഇപ്പോൾ 18 വർഷമായിട്ടുണ്ട്. ഇന്നല്ല, സെപ്റ്റംബർ 15 ആയപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പ് നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധയോടെ എന്നും കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും നാൾ അതിനൊരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അങ്ങനെ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് പാത്രം ബാക്കിയുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ സിങ്കെല്ലാം ഒന്ന് തേച്ച് കഴുകി, പിന്നെന്താ ടൈലുമൊക്കെ ഒന്ന് തേച്ച് കഴുകി. എപ്പോഴും ഞാനിങ്ങനെയാണേ, ഈ അടുക്കളപ്പണി തീർന്നു കഴിയുമ്പോഴാണ് ഇവിടെ എല്ലാം തേച്ച് കഴുകി എടുക്കുന്നത്. പിന്നെ രാത്രിയിൽ ഇങ്ങനെ ഇത്രയും ഡീപ്പായിട്ട് കഴുകത്തൊന്നുമില്ല കേട്ടോ. ടൈലൊന്നും ഞാൻ അങ്ങനെ സോപ്പിട്ട് കഴുകത്തൊന്നുമില്ല. സിങ്ക് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി പിന്നെ ഇവിടെ എല്ലാം ഒന്ന് തുടച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത്രയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ പരിവാറ്റമൊക്കെ കഴിയുമ്പോൾ ഇത് കണക്കൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിടും കേട്ടോ. അങ്ങനെയാണേ. അന്നേരം ഇന്നത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കാണെങ്കിൽ കുറച്ച് നമ്മളെ പെരയൊക്കെ ഒന്ന് തൂത്ത് വാരണം. ഇന്ന് തുടപ്പൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ വെള്ളിയാഴ്ച തുടച്ചായിരുന്നേ. ഞാൻ 3 ദിവസം കൂടുമ്പോൾ മാത്രമേ തുടയ്ക്കത്തുള്ളൂ. ഇനി തിങ്കളാഴ്ചയേ തുടയ്ക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് തുടപ്പൊന്നുമില്ല. പിന്നെ ദാണ്ട് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ഇനി അടുപ്പിൻ്റെ ഇടവും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ബാക്കി എല്ലായിടവും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് തൂത്ത് വാരണം. ഈ അടുപ്പിൻ്റെ ഇടമൊക്കെ നമ്മൾ എപ്പോഴും നല്ല നീറ്റാക്കി ഇടണം. കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ചാമ്പലൊക്കെ പറ്റുന്നില്ലേ, അതൊക്കെ കയ്യോടെ നമ്മൾ പാചകം തീരുന്ന ഉടനെ കയ്യോടെ തന്നെ തുടച്ച് വൃത്തിയാക്കി അടുപ്പൊക്കെ നീറ്റാക്കിയിട്ട് ഇങ്ങനെ തുടച്ചിടുവാണെങ്കിലേ ഒത്തിരി കാലം ഇങ്ങനെ വൃത്തിയായിട്ട് തന്നെ കിടക്കും. നമ്മളെപ്പോഴും വൃത്തിയാക്കാതെ കിടന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ കരിയൊക്കെ പിടിച്ച് പൊടിയൊക്കെ കയറി പെട്ടെന്ന് തന്നെ നമ്മുടെ അടുപ്പൊക്കെ അങ്ങ് നാശമാവും കേട്ടോ. എപ്പോഴും നമ്മളെ അടുക്കള വൃത്തിയാക്കുമ്പോൾ നമ്മുടെ അടുപ്പും അതിൻ്റെ ഇടയിലുള്ള ടൈലും എല്ലാം ഇതേ കണക്ക് തുടച്ച് വൃത്തിയാക്കി ഇടണം. അപ്പോൾ നല്ല കാണാനും നല്ല ഭംഗിയാണ്, നല്ല ഒത്തിരി കാലം ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അങ്ങനെ ദാണ്ട് ഞാൻ പെരയൊക്കെ അടിച്ചു വരുവാണേ. പെരയൊക്കെ അടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ ചേട്ടനാണെങ്കിൽ ഇന്ന് കഞ്ഞി അഞ്ചാണ് കേട്ടോ. അപ്പോൾ കഞ്ഞി അഞ്ചിന് ഗുരുമന്ദിരത്തിൽ നമുക്ക് കഞ്ഞിയും കറിയും തരത്തില്ലേ, അത് വാങ്ങിക്കാൻ പോയേക്കാണ് കേട്ടോ. ഞാൻ തൂത്തുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് കഞ്ഞിയൊക്കെ കൊണ്ടുവന്നിടുന്ന് വണ്ടിയുടെ ഹോൺ കേട്ടുകൊണ്ടേ ഞാൻ അത് ശ്രദ്ധിക്കുകയാണ് തൂക്കുന്നത്. അതിനിപ്പോൾ എന്താണ്ടേ ഞാൻ എന്താ തൂത്തുകൊണ്ടിരുന്നപ്പം പുറത്ത് വിളി വന്ന്. അങ്ങനെ പിന്നെ കഞ്ഞി മേടിക്കാനായിട്ട് പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇന്നാണെങ്കിൽ വെറുതെ ആയിപ്പോയി, ചോറൊന്നും വെക്കേണ്ട കാര്യമില്ലായിരുന്നു. ആരും ചോറ് കഴിച്ചില്ല, ഇന്ന് എല്ലാവരും കഞ്ഞി കുടിച്ച് ചെയ്ത് കേട്ടോ. ഇനിയിപ്പം നാളെ പണി കുറഞ്ഞ് കിട്ടി, ഇന്നത്തെ ചോറും കറിയൊക്കെ നാളെ എടുക്കാം. പക്ഷേ ഈ കറിയൊക്കെ ചേട്ടന് ഭയങ്കര പാടാണ്, ചൂടാക്കി കറിയൊക്കെ കൊണ്ടുപോകാൻ. അത് കാരണം ഞാൻ അങ്ങനെ ചൂടാക്കി അങ്ങനെ ഉപയോഗിക്കാറില്ല വലുതായിട്ട്. പക്ഷേ ഇന്നത്തെ ഇനി കളയാൻ പറ്റത്തില്ല, ഒരു തുള്ളി പോലും ആരും യൂസ് ചെയ്തില്ല. ഇനി കൊണ്ടുവന്ന കഞ്ഞി ദേവുവിന് കൊടുക്കട്ടെ കേട്ടോ. ദേവുദാസ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കുടിക്കുന്നില്ല, ചേട്ടൻ അവിടുന്ന് ഗുരുമന്ദിരത്തിൽ നിന്ന് കുടിച്ചിട്ടാണ് വന്നത്. ഇനി എനിക്കും മക്കൾക്കുള്ള കഞ്ഞിയാണ് മേടിച്ചുകൊണ്ട് വന്നത്. ഞാൻ കുളിച്ചിട്ടൊക്കെ കഴിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്താ ദേവുവിന് വിശക്കുന്നതെന്ന് പറഞ്ഞാൽ ദേവുവിനുള്ള കഞ്ഞി വിളമ്പുവാണേ. നിങ്ങളൊക്കെ ഇന്ന് കഞ്ഞിയൊക്കെ വാങ്ങിച്ചോ? നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ, കഞ്ഞി കറിയുമൊക്കെ ഗുരുമന്ദിരത്തിൽ കൊടുക്കുന്ന പതിവ്? ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുവല്ലേ. അത് കണക്ക് തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.